ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായി വീണ് കിട്ടുന്ന ചില ദിവസങ്ങളാട്ടോ ഇങ്ങനെ തന്നെയാവാന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ കൂടെ ഹസ്ബൻഡും മോളും എല്ലാവരും ഉണ്ടാവില്ലേ? ചില ദിവസങ്ങൾ, അതായത് മാസങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലൊക്കെ മോളെപ്പോഴും ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് കുറേ നാളല്ല, കുറേ ഒരു കൊല്ലത്തിൻ്റെ ഇടയിലാന്ന് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കാവുന്നത്. ഒന്നില്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ മോൾ, ആരെങ്കിലും ഉണ്ടാവും. രണ്ടുപേരും ഇല്ലാണ്ട് ഒറ്റയ്ക്കാവുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു ദിവസമാണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ 8 മണി വരെ ഉറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടനും മോൾ എവിടെയാണ് പോയെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ എണീക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എനിക്ക് മോളില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ എണീറ്റില്ല. എന്നും നേരത്തെ എണീക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ കിടന്നു. അങ്ങനെ അപ്പം നമ്മുടെ കാലത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. തലേദിവസം വായിച്ച് വെച്ച ബുക്കാട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഉറക്കം കുറച്ച് കുറവാണ്. അതായത് നമ്മളിങ്ങനെ ഫോൺ നോക്കുകയും അതേപോലെ ലാപ്ടോപ്പും കാര്യങ്ങളും എഡിറ്റിംഗ് ഒക്കെ ആയിട്ടേ നമുക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു സംഭവം ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ ഉറങ്ങണേ. അപ്പോൾ ബുക്ക് വായിച്ച് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉറക്കം പാതി മയക്കം തന്നെ വരും. ബുക്ക് വായിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഇഷ്ടമുള്ളത് കൊണ്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം സ്കിൻ കെയർ ചലഞ്ചിൽ എന്ത് വേണം എന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു അലസമായ മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ രാവിലെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പം നമുക്ക് എന്തായാലും രാവിലെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല. രാവിലത്തെ അടുക്കളപ്പണി ഞാൻ ദോശ ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ തലേദിവസം മാവ് കലക്കി വെച്ചതുകൊണ്ട് അധികം പണിയില്ല. ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പല്ലേച്ച് ഫേസൊക്കെ നന്നായി കഴുകി നമ്മുടെ കുക്കുംബർ മിൽക്ക് മിക്സ് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണത്. അപ്പോൾ അത് കുറേ പേര് നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലായിട്ടും അതേപോലെ നമ്മുടെ യൂട്യൂബിലെ കമൻസിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര പേർക്കത് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് അറിയില്ല. ഞാനത് എപ്പോഴും പറയാൻ മറക്കുന്നുണ്ട്. കാരണം നല്ലതാന്ന് പറയുമ്പോൾ ചിലർക്കത് സ്യൂട്ടാവാണ്ടിരിക്കും. അതായത് മിൽക്ക് ചിലർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലതാണെങ്കിലും ചിലർക്ക് പറ്റില്ല, ശ്രദ്ധിച്ചോളൂ. ഞാനും ചില സമയങ്ങളത് പറയാൻ വിട്ടു പോകാറുണ്ട്, അലർജി ഉണ്ടോ നോക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതെന്തായാലും നമ്മൾ മുഖത്ത് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൽ മസ്റ്റായിട്ടുള്ളൊരു, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഫേസ് പാക്ക് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ ദോശ ഇവിടെ അമ്മ ഞാനും കൂടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചേട്ടനും മോളും ഇല്ലാത്തതുകൊണ്ട് തക്കാളി ചട്നി ഒഴിവാക്കി. കാരണം എന്നും തക്കാളി ചമ്മന്തി ആവാറ്. ഇന്നിപ്പോൾ സാധാ നമ്മുടെ തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ചേട്ടൻ്റെ മോൾ എവിടെയാണ് പോയെന്ന് വെച്ചാൽ വണ്ടർലയിലാണ്. കാരണം ചേട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ ചേട്ടൻ്റെ അനിയനും ആണ് അവരായിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് പോവാതിരുന്നത്. അപ്പോൾ മോളെ കൂടി കൊണ്ടുപോയി. അവിടെ വെച്ച് 2 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം കേട്ടോ ഒരുപാട്. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വണ്ടർലയിൽ വെച്ച് മോളെയും ചേട്ടനെയും കണ്ടു എന്ന്. അപ്പോൾ അവർ തലേദിവസം പോയി. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് വരിക. അപ്പോൾ ഒരു ദിവസം രാത്രി 8 മണിയൊക്കെ വരെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ നേരെ അന്തിക്കാടാണ് പോയത് തലേദിവസം. അവിടെ നിന്ന് പോകാൻ എളുപ്പം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ചുവന്ന പരിപ്പ് ആവശ്യത്തിനും, അതേപോലെ ഈക്വൽ അളവെടുക്കാം. പിന്നെ ബദാം നമുക്ക് തലേദിവസം, അപ്പോൾ ചുവന്ന പരിപ്പാണെങ്കിലും ബദാം ആണെങ്കിലും തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ചുവന്ന പരിപ്പ് എടുത്തത് കുറച്ച് കൂടിപ്പോയിട്ടോ. കാരണം വെള്ളത്തിലിട്ടപ്പോൾ നന്നായിട്ടുണ്ട് പൊന്തി. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പാലൊഴിച്ചിട്ട് അരച്ചെടുക്കാം. പച്ചപ്പാൽ അലർജി ഉള്ളവർക്ക് തൈര് എടുക്കാം. ഇനിയിപ്പോൾ തൈരോ പാലോ ഒന്നും ഇല്ലാത്തവർക്ക് സാധാ വെള്ളത്തിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക. ഇത് നമ്മുടെ സ്കിൻ ലൈറ്റൻ ആവാനാണ് മെയിനായിട്ട്. പാടുള്ളവർക്കും അതേപോലെ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും കരിവാളിപ്പുള്ളവർക്കൊക്കെ ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്കിൻ ലൈറ്റനിങ് പാക്ക്. ഇനിയിപ്പോൾ ഓരോ ഇഷ്യൂസിനനുസരിച്ച് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 10 ദിവസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്കിൻ ലൈറ്റൻ ആവാനും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നതിലൂടെ, അതായത് ആഴ്ചയിലൊരു 2-3 തവണ ഉപയോഗിക്കാം. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഇതൊന്ന് കട്ടിയാവുമെന്ന് തോന്നുമ്പോൾ നമുക്ക് എടുക്കണ സമയത്ത് പച്ചപ്പാൽ ഒഴിച്ചിട്ടൊന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ പാക്ക്. അപ്പോൾ നല്ലൊരു പാക്കാട്ടോ. അതായത് നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ബോഡിയിലും കൂടി തേച്ച് കൊടുക്കണം. നല്ലൊരു സ്കിൻ ലൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഹെയർ വാഷ് കൂടി ഉണ്ട്.
അപ്പോൾ ചേട്ടൻ്റെ മോളില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആരും ഇല്ല, ഒരു ഒറ്റയ്ക്കായ മാതിരി തോന്നില്ല നമുക്ക്. അമ്മയുണ്ട് ഓക്കെ, പക്ഷെ എങ്കിലും അവരുണ്ടെങ്കിൽ കലബല കലബല എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാം, നേരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് തല കഴുകാമെന്ന് വിചാരിച്ചിട്ടുള്ള ദിവസം, അതായത് നമ്മുടെ ഹെയർ പാക്ക് ഇടാമെന്ന്. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ജടയൊക്കെ കളഞ്ഞ് നമ്മുടെ എഗ് വൈറ്റ് പ്ലസ് മിൽക്കില്ലേ, അപ്പോൾ അതാണ് കേട്ടോ തേങ്ങാപ്പാൽ, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പാക്കാട്ടോ അത്. കുറേ പേര് പറയുണ്ടായി നല്ലതാന്ന്, ചിലർക്ക് പറ്റിയിട്ടുമില്ല. അതിപ്പോൾ എന്താ ചെയ്യുക, എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചെയ്യുക. പക്ഷേ എഗ് വൈറ്റും ഭയങ്കര നല്ലതാണ്, തേങ്ങാപ്പാലും. സ്കിൻ നല്ല സ്മൂത്ത് ആവാനും നല്ല തിക്കായിരിക്കാനും നല്ല കണ്ടീഷണറാണ് എഗ് വൈറ്റ്. അതേപോലെ തേങ്ങാപ്പാലും നല്ലതാട്ടോ, നമുക്ക് റീഗ്രോത്ത് ചെയ്യാനൊക്കെ ഹെയറിന് ഭയങ്കര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തു കെട്ടി വെച്ചപ്പോൾ ചേട്ടൻ ഇന്നലെ വൈകുന്നേരമാണ് പോയി. അപ്പോൾ വൈകുന്നേരം തന്നെ പോണതിന് മുമ്പ് മീൻ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ വെച്ചാൽ നമ്മുടെ ടിപ്പു ബ്രിട്ടോ അതുപോലെ പൂച്ചോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ പിന്നെ അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അയിലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ആ നേരം കൊണ്ട് ഇവിടെ കറി വെച്ചിട്ടുണ്ട്, അയിലക്കറി. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ റെഡിയാക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഏജുകാർക്കും ഇടാം, കാരണം ബദാം ഭയങ്കര നല്ലതാണ്. നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ കുറയ്ക്കാനും കുറേ നാളുകളായിട്ട് നമുക്ക് മാറാതിരിക്കണ നമ്മുടെ സ്കിന്നിലത്തെ പാടുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീനേജേഴ്സ് മുതൽ അതിൻ്റെ മുകളിലേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം, ജെൻസിനും ലേഡീസിനും. പിന്നെ ചുവന്ന പരിപ്പ് എന്ന് പറയുന്നത് അതും ഭയങ്കര നല്ലതാണ്, നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട്. ഇപ്പോൾ രണ്ടും തലേദിവസം നമ്മൾ കുതിർത്തി വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടും, നല്ലൊരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് സാധാരണ നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന മാതിരി ഒരു 20 മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വെക്കുക. അപ്പം ഞാൻ ആ നേരം കൊണ്ട് നമ്മുടെ നെല്ലിക്ക ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുക്കുംബർ, ക്യാരറ്റ്, നെല്ലിക്ക മുമ്പ് ഞാൻ പറഞ്ഞില്ല, അതുപോലെ നമ്മൾ ജ്യൂസ് അടിക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ പച്ചയ്ക്ക് കഴിക്കും. ഭയങ്കര നെല്ലിക്ക സോറി കേട്ടോ, ഭയങ്കര നല്ലതാണ്, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ദിവസത്തിൽ ഒരെണ്ണെങ്കിലും ഒരു നെല്ലിക്കയെങ്കിലും കഴിക്കുന്നത് ഭയങ്കര നല്ലതാട്ടോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയണതാ, എങ്കിലും ജസ്റ്റ് പറഞ്ഞു മാത്രം. നമ്മുടെ ഫേസ് പാക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബ് ആയ മാതിരി ഉണ്ടാവും. അതായത് ഇങ്ങനെ ഉണങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അധികം അങ്ങോട്ട് കളർ കാണാത്ത മാതിരി കേട്ടോ. അതായത് ഇത് വെളുത്തല്ലിരിക്കുക നമ്മളിടുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഇത് അബ്സോർബായി പോയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളറായിട്ട് മാറും. സാധാരണ പോലെ തന്നെ റിമൂവ് ചെയ്യുക. ഇതിപ്പോൾ ഫസ്റ്റ് യൂസിൽ അങ്ങനെ ഒരു റിസൾട്ടൊന്നും ഇല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു മടി പിടിച്ച ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു, മുടി ഇതാ കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ സ്കിൻ കെയർ ഞാൻ റിപ്പീറ്റ് ചെയ്തു കേട്ടോ, നമ്മുടെ ടോണർ, മോയ്സ്ചറൈസർ ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ പിന്നെ അത് എപ്പോഴും കാണിക്കുന്നല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നൊരു മടിയാണ്, ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ കരുതണേ. എന്താണെന്ന് വെച്ചാൽ അമ്മയും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇനി ഏകദേശം ഒരു 1 മണിയാവാറായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ മീൻ കറിയും കൂട്ടി ചോറുണ്ടാകുന്നതാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചൊക്കെ എങ്ങനെ പോണു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആണോ ഒക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്ക് നമ്മുടെ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ഫേസ് പാക്ക് ഒന്നും ചെയ്യൊന്നും വേണ്ട, ആഴ്ചയിൽ 2 3 തവണ ഇതുപോലെ സമയം കിട്ടുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും വരാതിരിക്കാനും, പിന്നെ നമ്മുടെ സ്കിന്നിൽ നമുക്കൊരു അങ്ങനെ പ്രായം ചെല്ലുന്തോറും നമുക്കിങ്ങനെ ചെറിയ ഡൾനെസ് വരില്ലേ, അപ്പം അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. പിന്നെ അത്യാവശ്യം നമ്മുടെ സ്കിൻ ലൈറ്റനാവുകയും ചെയ്യും. ഇപ്പം എന്തെങ്കിലും നമുക്ക് പിമ്പിൾ മാർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പം ഇതൊരു ആയുർവേദ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൂട്ടാണ്, നല്ലൊരു കൂട്ടാട്ടോ, നല്ലൊരു റിസൾട്ട് കിട്ടുന്ന. അപ്പോൾ പിന്നെ നേരെ പോയിട്ട് ഫുഡ് അടിക്കാം. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് അടിക്കാം. അപ്പോൾ ഇന്ന് ചോറ് കഴിക്കണേ കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഡയറ്റും അധികം അങ്ങോട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ഫോളോ ചെയ്യണില്ല കേട്ടോ. കാരണം വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അതെന്തായാലും
നമുക്ക് സംസാരിക്കാം. അപ്പോൾ ചോറ്, പിന്നെ നമ്മുടെ വാഴപ്പൂ എന്ന് പറയില്ലേ, അതായത് നമ്മുടെ കൊപ്പര, വാഴക്കൊപ്പര ആ സംഭവം തൃശ്ശൂരൊക്കെ വാഴക്കൊപ്പര എന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാഴക്കൊപ്പര പ്ലസ് നമ്മുടെ മുതിര, പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട്, പിന്നെ നമ്മുടെ അയില, വെറുതെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ല കേട്ടോ ഞങ്ങൾ അയില വെക്കുമ്പോൾ. സാധാരണ മിളക് ചാറില്ല, അതായത് നമ്മൾ പറ്റിച്ച് വയ്ക്കാന്ന് പറയില്ല, അതുപോലെ അയില കഷ്ണമുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്, ലഞ്ച്. നല്ല അസലൊരു ഉറങ്ങി ഫുഡ് അടിച്ചിട്ട്. കാരണം എന്താന്ന് വെച്ചാല് ആരും ഇല്ലാണ്ടിരിക്കല്ലേ. പിന്നെ എന്താന്ന് വെച്ചാല് ചേട്ടനും മോളും ഇല്ലാണ്ടായപ്പോഴേ ആകൊരു ഇത്. അമ്മ അവിടെ അങ്ങനെ കെടുക്കായിരുന്നു, അപ്പൊ ഞാനും പോയി കിടന്നു, അങ്ങനെ ഉറങ്ങി. അപ്പൊ ഇനി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെ, അടുത്ത് ചായ വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങള്. നല്ലോണം ഉറങ്ങിയിട്ടാ. ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല, പകലുറക്കം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. പിന്നെ അത് എഡിറ്റ് ചെയ്യാണ്ട്, ഞാൻ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പക്ഷെ ചുമ്മാ പോയിട്ട് ഇങ്ങനെ ഫോൺ നോണ്ടി ഇരുന്നു. അപ്പോഴാണ് അങ്ങനെ ഉറക്കം വന്നത്. അപ്പോൾ ഫോണോട് വെച്ചാൽ കിടന്ന് ഉറങ്ങി. പിന്നെ എന്താ പറഞ്ഞാൽ മോളാണെങ്കിലും ചേട്ടനാണെങ്കിലും ഇടയ്ക്ക് വന്നിങ്ങനെ, നമ്മൾ ഞെരടാന്ന് പറയില്ല, ഇടയ്ക്ക് വന്നിങ്ങനെ വിളിക്കും. അപ്പം അവർ രണ്ടുപേരും ഇല്ലാത്ത കാരണം ഉറങ്ങി, അങ്ങനെ കൊണ്ട് ഉറങ്ങി. അങ്ങനെ പിന്നെ ചായ എടുക്കട്ടെ, ചായ എടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിരിക്കണു നമ്മുടെ കായ ചിപ്സില്ലേ, ചിപ്സ് കായയുടെ കായ വറുത്തത്. അപ്പം ഇത് നമ്മുടെ ഈ വീട്ടിലേക്ക് നമ്മളങ്ങനെ എന്താ പറയുക, വീട് മാറുമ്പോൾ എല്ലാവരും ഇങ്ങനെ ബന്ധുക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അമ്മയുടെ സഹോദരന്മാരില്ലേ, അതായത് അമ്മയുടെ ആങ്ങളമാർ. അപ്പം അതിലായിട്ട് താഴെയുള്ള ആങ്ങള് വന്നിട്ടുണ്ടായിരുന്നു. ആങ്ങള് മാത്രമല്ല, അവരുടെ ഭാര്യ, മകള്, കുട്ടികളൊക്കെ അവർ കൊണ്ടുവന്നത്. അത് ഞമ്മളങ്ങനെ ചിപ്സ് ഒന്നും വാങ്ങിച്ചു വെക്കാറില്ല. കാരണം വെച്ചാൽ വെച്ച് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ടെൻഡൻസി വരും കഴിക്കാനേ. പിന്നെ അതിൽ നിന്ന് പമ്മൂട്ടി എടുത്തത് അത്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു പാക്കറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് കുറയ്ക്കാൻ ചായയുടെ കൂടെ പിന്നെ എടുക്കട്ടെ കേട്ടോ കുറച്ച്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കായ ചിപ്സ് കഴിക്കാം കേട്ടോ. കായ വറുത്തത് ഓണത്തിന് വിഷുവിനൊക്കെ കൊണ്ട് കഴിച്ചത്, സദ്യക്ക് അല്ല, എൻ്റെ ഇടയിൽ ബർത്ത്ഡേക്ക് നമ്മൾ സദ്യ മേടിച്ചില്ലേ, അപ്പം കഴിച്ചിരുന്നു. ആ ഇലയിൽ വിളമ്പുമ്പോൾ. അങ്ങനെ ചിപ്സ് ഒന്നും കഴിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പറ്റില്ല, അങ്ങനെ ഓയിൽ കൂടുതലുള്ള സാധനങ്ങൾ കഴിച്ചാൽ കുരു വരും. പപ്പടമൊന്നും ഞാൻ കുറേ നാളായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ, കഴിക്കാറില്ല. കാരണം വെച്ചാൽ പപ്പടമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക. ഒന്നും ഇല്ലാണ്ടിരിക്കണ മുഖത്ത് പിറ്റേ ദിവസം പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ കുരു വരും. അങ്ങനെ പപ്പടം സ്റ്റോപ്പാക്കി. പിന്നെ അതെ, ഇതിപ്പോൾ ഒരു മോഹം ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ കഴിച്ചു നോക്കാം. അപ്പം ഞാൻ അമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് വരാം. അമ്മയ്ക്ക് കൊള്ളി ചിപ്സ് തീരെ ഇഷ്ടമില്ല, അവർക്ക് കപ്പലണ്ടിയൊക്കെ ഇഷ്ടം. കപ്പലണ്ടി കഴിഞ്ഞു തോന്നുന്നുണ്ട്, അമ്മ അന്നേരം എടുത്ത് കഴിക്കണോണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പം ദേ ഞാൻ അമ്മയ്ക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ. എഡിറ്റിങ് കുറേ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യണ കാരണം, അതായത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എഡിറ്റിങ് കുറേ ഉണ്ട്. കാരണം തുണ്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കുമല്ലോ നമ്മളിങ്ങനെ ഓരോ ഭാഗം എടുക്കുന്നതായിട്ടുള്ളത്. അപ്പം അതൊക്കെ ജോയിൻ ചെയ്യാന്ന് പറയണത് കുറേ സമയം എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്യണം, പെട്ടെന്ന് തന്നെ ചെയ്യും. കാരണം ചില എഡിറ്റിംഗ് ഇപ്പം അത്യാവശ്യം സ്പീഡായിട്ടുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടില്ല. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം 2 ദിവസം അങ്ങനെയല്ല നമുക്കിങ്ങനെ ഷോർട്ട് വീഡിയോസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഏകദേശം കുറേ നേരമായി. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് ഏകദേശം ഒരു 6:30 കഴിഞ്ഞു എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ. അതുവരെ എഡിറ്റിങ് തന്നെ എഡിറ്റിംഗ് ആയിരുന്നു. നേരം കുറേ വൈകിട്ടോ, ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നെ കാണില്ല അല്ലേ. എഡിറ്റിങ് കഴിഞ്ഞപ്പോഴേ കുറേ സമയമായി. ഏകദേശം 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 6:30 കഴിഞ്ഞു, 7 മണി 6:45 ആയിരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല സമയം. അപ്പോൾ ഇനി നമ്മുടെ സ്കിൻ കെയർ, ഞാൻ ഇപ്പോൾ കുളി നമ്മുടെ കാലത്ത് ഉച്ചയ്ക്ക് കഴിഞ്ഞു, ഉച്ചയാവാറായില്ലേ കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ മുഖമൊക്കെ കഴുകി. അപ്പം ഇന്ന് എനിക്ക് നൂഡിൽസ് തിന്നാനൊരു പൂതി. അപ്പോൾ നമുക്ക് നേരത്തെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാനൊരു 7 മണി to 8 മണിനുള്ളിൽ കഴിക്കും. അപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. നെല്ലിക്ക കേട്ടോ, ഞാൻ കായ ചിപ്സ് എടുത്തു പറഞ്ഞില്ലേ, ഞാൻ അതിൽ തന്നെ കൊടുന്നിട്ടു. എനിക്ക് ടേസ്റ്റ് പറ്റിയില്ല, അപ്പോൾ കഴിച്ചില്ല, ചായ മാത്രം കുടിച്ചോളൂ. അപ്പം മുഖം കഴുകാം നമുക്ക്. നെല്ലിക്ക കഴിക്കുന്നത് ഭയങ്കര നല്ലതാ കേട്ടോ. ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ.
അപ്പം നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഈവനിങ്ങിലത്തെ ഞാൻ നേരത്തെ ചെയ്യാറുണ്ട്, ഒരു 7 മണി 8 മണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ നെല്ലിക്ക് വാരിട്ടിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേം കൂടി നമുക്ക് ആ റിസൾട്ട് നമുക്ക് നിൽക്കും കേട്ടോ. അതായത് കിട്ടും, ഇഫക്റ്റീവാണ്. രാത്രി കിടക്കാൻ പോണ നേരത്തെ ചെയ്യാതെ കുറച്ച് നേരത്തെ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഞാൻ ചാർക്കോളിൻ്റെ ആ മാസ്ക് പൗഡർ കാണിച്ചപ്പോൾ എങ്ങനെയാണ് അത് വെച്ചിട്ട് നമ്മുടെ ഓപ്പൺ പോൾസ് ഒക്കെ ടൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അത് എന്നും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു മിനിറ്റ് നെല്ലിക്കാലോ കുരു, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എപ്പോഴും കൂടുതൽ വരുന്ന ടെൻഡൻസി ഉള്ള സ്കിന്നാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും, അങ്ങനെ നമുക്കിപ്പോൾ വല്ലപ്പോഴൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലും ചെയ്യാൻ പറ്റണത്. അപ്പം നാളെ ചെയ്യാം കേട്ടോ അത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കുംബർ മിൽക്ക് മാസ്ക് ഇട്ട് കൊടുത്താലോ. എൻ്റെ ആ ഒരു ഇവിടുത്തെ കുരു വരുന്ന സംഭവമില്ല, അത് പോയിട്ടോ. ഞാൻ ഒറ്റ ദിവസമേ നമ്മുടെ ആ ഒരു ക്രീം ഇട്ടിട്ടുള്ളൂ. ഇത് പുറത്താ വെച്ചേക്കണം, ഇവിടെ ഇരുന്ന് എന്താ സംഭവം അടിപൊളിയായിട്ടാ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിമ്പിൾസും മാർക്കും നല്ല അടിപൊളിയായിട്ട് ഫെയ്ഡാവും. അപ്പം ഞാൻ എന്തായാലും എനിക്ക് കുക്കുംബർ മിൽക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മുടെ സ്കിന്ന് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് ഗ്ലോ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിടാം. അപ്പം നമ്മൾ പിന്നെ ഈ കുക്കുംബർ മിൽക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്കി സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത്. വീണ്ടും കാണിച്ച് അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ടോണർ, നമ്മുടെ സിറം, പിന്നെ നൈറ്റ് സിറം നമുക്ക് സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. ഞാനത് പിന്നെ എടുത്ത് പറഞ്ഞത് നല്ലൊരു സിറം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്നത്തെ അലക്കിയ തുണികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ട് അതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടില്ലേ, മിക്കവരും വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ ഒരു കുന്ന്. ഞങ്ങൾക്ക് പിന്നെ എന്നും ഞാൻ മടക്കി വെക്കാറുണ്ടാകും, കാരണം അങ്ങനെ കുന്നായിട്ട് കിടക്കാറില്ല. അപ്പോൾ അതേ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും മോളും കൂടിയിട്ടാണ് ഉണ്ടാക്കി കഴിക്കാറ്. ഇന്ന് ഞാൻ അമ്മയും കൂടിയിട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നീ കഴിച്ചോ, അമ്മയ്ക്ക് ഇത്തിരി കണ്ടിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോളും ചേട്ടനൊന്നും ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പണി എൻ്റെ പുസ്തകം വായിക്കില്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ ആണ് കേട്ടോ നൂഡിൽസ്. അപ്പോൾ അതുണ്ടാക്കി കഴിച്ചു. ഞാൻ ജസ്റ്റ് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞങ്ങൾ പിന്നെ ആരും ഇല്ലാത്ത കാരണം നേരത്തെ കെടുക്കാം മീൻസ് കിടക്കില്ല, പുസ്തകം വായിക്കും. അപ്പം ഞാൻ വെള്ളം വൈകുന്നേരത്തേക്കുള്ളത് ഞാൻ സാധാരണ കട്ടിലിൻ്റെ അടിയിൽ വെക്കാറ്. ചേട്ടനാണ് എപ്പോഴും വെള്ളം ആവശ്യം, കട്ടിലിൽ ഈ അറ്റത്തെ താഴെ വെക്കാറ്. ഇപ്പം ഞാൻ താഴത്തേക്ക് വന്നെടുക്കണ്ടേ വെച്ചിട്ട് ഞാൻ മുകളിൽ കൊടുന്ന് വെച്ചാൽ കേട്ടോ. അപ്പം നമ്മുടെ ഫോണൊക്കെ റെഡിയാക്കി വെച്ചു. കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ചേതൻ ഭഗത്തിൻ്റെ ബുക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് വന്നിട്ട് 105-ാം മുറിയിലെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടാട്ടോ, ഒരു അൺലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. നല്ല കഥയാണ്. ഞാൻ അങ്ങനത്തെ നോവൽസും പിന്നെ അതുപോലെ കുറേ ബുക്കുകൾ വായിക്കാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ നല്ല നല്ല നോവൽസ് വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ഭാഗം കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളായിട്ടും കൂടി അത് ഷെയർ ചെയ്യണമെന്ന്. അതായത് ആ ചേതൻ ഭഗത്തിൻ്റെ ആ ഒരു ഇൻട്രോ അതിൽ കടപ്പാട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിൻ്റെ കാലമാണ്. അപ്പോൾ ഈ പുസ്തകം എടുത്ത കാരണം നമുക്ക് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ആൾ നമ്മുടെ ഈ ബുക്കിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് കുറേ പേർക്കൊന്നും ഉറക്കമില്ല രാത്രി, കാരണം ഈ ഫോണൊക്കെ നോക്കി തീരെ ഉറക്കം കിട്ടാണ്ടൊക്കെ എടുക്കണവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഫോൺ ജസ്റ്റ് ഒരു സമയം വെക്കുക ഫോണിന്. എന്നിട്ട് ആ സമയത്ത് ഫോണിൻ്റെ നെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് അറിവ് കിട്ടുകയും ചെയ്യും, നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഒപ്പം നമുക്കൊരു ഉറക്കത്തിന് നമ്മുടെ കണ്ണുകൾക്ക് ക്ഷീണം ഒക്കെ ഭയങ്കര നല്ലതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇന്നൊരു ലേസി PC ഡേ ആട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.